ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത പലഹാരങ്ങൾക്കാണുള്ള ഫാൻസ് കൂടുതൽ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ പലഹാരമാവുമല്ലോ ഒന്നും കൂടെ നല്ലത് അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു പലഹാരമായ ചിക്കൻ ബോളിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. 3 കോഴിമുട്ടി, 1 സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് അടിച്ചതാണിത്. അടുത്തതായി ഇതാ ഒരു വലിയ ഉള്ളിയും 1 പീസ് ക്യാപ്സിക്കും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി ഞാനിതാ ഒരു അടി കട്ടിയുള്ള പാനിനെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാവ് കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം പറ്റേ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പോള പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൽ പ്രത്യേകിച്ചൊന്നും വേവാനൊന്നുമില്ല, എഗ്ഗ് മാത്രമേ വേവാനുള്ളതുള്ളൂ. ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഫ്ലെയിം പറ്റ ലോയിലാക്കി വെച്ചിട്ട് അതിന് മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് തുറന്നു നോക്കിയപ്പോൾ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി നോക്കിയപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി ചെയ്യേണ്ടത് വേറെ ഒരു പാൻ എടുത്തിട്ട് ആ പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ മുകളിൽ ആ പാൻ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്കായി വരണം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിതാ ഇത് വേറെ പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ഇറച്ചിപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നൊരു പീസ് കഴിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ചിക്കൻ ബോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചിക്കൻ ബോളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.